ആസ് ഡോക്ടർ മിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വിനയന്റെ കത്താണ്. ഞാൻ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഡോക്ടർ മിംസ്, എന്റെ പേര് വിനയൻ. പാലക്കാടാണ് സ്ഥലം. എന്റെ അച്ഛന് 65 വയസ്സായി. അച്ഛന്റെ ഇടുപ്പെല്ലിലെ നെക്കിന് ഒരു പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. പ്രായമായവരിൽ ഇത് സാധാരണമാണെന്ന് അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഡോക്ടർ? ഇത് മാറാൻ കാലതാമസമെടുക്കുമോ? താങ്കളുടെ അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. പ്രായമായ ആളുകളിൽ ഒടിവ് ഏറ്റവും കൂടുതൽ കാണുന്നത് അവരുടെ ഇടുപ്പെല്ലിലെ ബോളിനെയും തുടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ശരിയാവാൻ സമയമെടുക്കും. ഇവിടെ ഒടിവ് സംഭവിച്ചാൽ ശരീരത്തിലെ മറ്റെല്ലുകളെ അപേക്ഷിച്ച് ഈ ഭാഗത്തെ രക്തയോട്ടത്തിന്റെ പ്രത്യേകത കാരണം എല്ലുകൾ കൂടിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. പ്രായമായവരിൽ കാണുന്ന അസ്ഥിയുടെ ബലക്കുറവാണിതിനു കാരണം. ചെറുപ്പക്കാരിൽ ആക്സിഡന്റ് മൂലമാണിത് സംഭവിക്കുന്നത്. ഈ ഒടിവ് ചിലപ്പോൾ മുഴുവനായും വേർപെട്ടിരിക്കും, ചിലപ്പോൾ വേർപെടാതെ ചെറിയ ക്രാക്ക് മാത്രമായിരിക്കും. വേർപെട്ട അവസ്ഥയിൽ രോഗിയുടെ കാല് വെളിയിലേക്ക് തിരിഞ്ഞിരിക്കും. കാലിന് നീളം കുറവായിട്ടുമാണ് തോന്നുക. ചെറുപ്പക്കാരുടെ ഇടുപ്പെല്ലിനാണ് ഫ്രാക്ചർ സംഭവിക്കുന്നതെങ്കിൽ സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കാവുന്നതാണ്. പ്രായമായവരിൽ ബോൾ എടുത്തുമാറ്റി പകരം സ്റ്റീലിന്റെ ബോൾ ഘടിപ്പിക്കേണ്ടതാണ്. ഇവർക്ക് നടക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ജോയിന്റ് അനക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തിയായ വേദന അനുഭവപ്പെടുക, കാല് തീരെ നിലത്തു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. 40-50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത് വരാതിരിക്കാൻ ഒരു മുൻകരുതലായി അസ്ഥിയുടെ ബലം കൂട്ടുന്നതിനായുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങേണ്ടതാണ്. പിന്നെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ അത് ചികിത്സിച്ച് ഭേദമാക്കണം. കാരണം അത് വീഴാനുള്ള സാധ്യത കൂട്ടും. നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം ഒരു പുതിയ വിഷയവുമായി.